നിൽക്കുന്നത് ബിനോയ് മാർബിൾസും കേരള കൗമുദിയും ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന ഡിസംബർ ഫെസ്റ്റിലാണ്. ഡിസംബർ ഫെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസിന് തിരുവനന്തപുരം ജനതയ്ക്ക് ഒരിക്കൽ കൂടി മാർച്ച് കൂട്ടാൻ കിട്ടിയ മികച്ച ഒരു സമ്മാനം കൂടിയാണ്. വർണ്ണങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഒരു ലോകം തന്നെയാണ്. ഐ വെൽക്കം യു ഓൾ. കം ഓൺ, ലെറ്റ്സ് എൻജോയ്. ആദ്യത്തെ പവലിയനിൽ നമ്മൾ കാണുന്നത് ഗവൺമെന്റ് സെക്ടറായ VFPCKയുടെ കൗണ്ടറാണ്. നമുക്കിവിടെ ഫലഭൂഷ്ടമായ ഒട്ടനവധി തൈകൾ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എളുപ്പം ഇത് കൊണ്ടുപോയി വെച്ചാൽ മതി എന്ന് തോന്നുന്ന തരത്തിൽ മുളകൊക്കെ ആണെങ്കിൽ പിടിച്ച് നിൽക്കുന്ന കാണാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്നതാണ്. അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വീട്ടിലെത്തിക്കഴിയും. പിന്നെ എതിർവശത്താണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മിൽക്കോ ഡയറി പ്രോഡക്ട്സ് ആണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു പവലിയനിൽ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളൂ. നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് പതുക്കെ ഫസ്റ്റ് പവലിയനിലെ ആദ്യത്തെ കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ തൈകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ നിരവധി പ്രോഡക്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആരോഗ്യകരമായ പാനീയം, നീര് അടക്കമുള്ള ഒരുപാട് സ്റ്റോളുകൾ ഇനിയും ഉണ്ട്. അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ അതും നിരവധി വിഭവങ്ങളും അതിൻ്റെ വില ഉൾപ്പെടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന രീതിയിലാണ്. നിരവധി വിഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിരവധി വിഭവങ്ങളുണ്ട്, ഒപ്പം അതിൻ്റെ വിലയും ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ വരുമ്പോൾ അഗ്രോ സൂപ്പർ ബസാർ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എനർട്ടിൻ്റെ ഊർജ്ജ വകുപ്പിൻ്റെ ഗവൺമെൻറ് സെക്ടറിൻ്റെ മറ്റൊരു ഓഫീസും, അതുപോലെ തന്നെ ഇവിടെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റോളും കാണാൻ സാധിക്കും. എനർജി കൺസർവേഷൻ ആണ്. അതിൻ്റെ ഒരുപാട് ടെക്നിക്സ് ഒക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ഉപകരണങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് കഴിയുമ്പോൾ തുണിത്തരങ്ങളിലേക്കാണ് വരുന്നത്. ഇവിടെ സ്റ്റോളുണ്ട്. വിലക്കുറവ് പ്രദർശിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 980 എന്നൊക്കെ 300 ആവുന്നു, 750 250 ആവുന്നു, 1000 1180 350 ആവുന്നു. നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ്, മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം, കുടപ്പനക്കുന്ന് ഗവൺമെൻറ് സെക്ടറാണ്. അഗെയിൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കുളമ്പ് രോഗത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നൊക്കെ തുടങ്ങി ഓരോ ജന്തുജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് വിവരങ്ങൾ നൽകുന്നതാണ് ഈ സ്റ്റോള്. അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മണ്ണ് സംരക്ഷണ വകുപ്പ്, അഗെയിൻ ഗവൺമെൻറ് സെക്ടർ സ്റ്റോളാണ്. വീണ്ടും എനർജി കൺസർവേഷൻ്റെ തന്നെ ഒരു സ്റ്റോളാണ് അവിടെ വരുന്നത്. എനർജി കൺസർവേഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും വലിയ പങ്കപ്പാട് ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം എന്ന പോലെ ഇവിടെ കുറേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു സ്റ്റോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് വരാം. ഇവിടെ കേരഫെഡിൻ്റെ ഒരു സ്റ്റോളുണ്ട്. അത് കഴിയുമ്പോൾ ഇന്ന് നമുക്കറിയാം ഹരിത കേരളം സുന്ദര കേരളം എന്ന പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, വിജയകരമായി മുന്നോട്ട് കൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെ വിജയം നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിരവധി വിത്തുകൾ വാങ്ങാനൊക്കെ ആയിട്ട് ഉപഭോക്താക്കളുടെ തിരക്ക് ഇവിടെ സ്റ്റോളിന് മുന്നിൽ നമുക്ക് കാണാം. നിരവധി വിത്തുകളും മറ്റും ഇവിടെ ഗ്രോ ബാഗുകൾ അടക്കം ഇവിടെ ലഭ്യമാണ്. ഇപ്പം നമ്മൾ കണ്ടത് ഹരിത കേരളം സുന്ദര കേരളം എന്ന ടൈറ്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റോളാണ്. അവിടെ നമ്മൾ ഗ്രോ ബാഗ് അടക്കം മണ്ണിര കമ്പോസ്റ്റ് അടക്കം കണ്ടു കഴിഞ്ഞു. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ വരുന്ന എലൂക്കോയുടെ റാക്കിംഗ് സിസ്റ്റമാണ്. നിരവധി റാക്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. നമ്മൾ ശരിക്കും ഉപയോഗമുള്ളതാണ്. അടുക്കും ചിട്ടയുമായിട്ട് തുണിത്തരങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എലൂക്കോയുടെ റാക്കിംഗ് സിസ്റ്റംസ് ആണ്. ഇനി നമ്മൾ ഈ ഒന്നാം പവലിയനിലെ അവസാനത്തെ ഒരു റൗണ്ടിലാണ് നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരെ പറഞ്ഞത്. ആദ്യം മുതൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഒട്ടനവധി ദൃശ്യങ്ങൾ നമ്മൾ ഒരു ഓട്ടപ്രദക്ഷിണം പോലെയാണ് ഇവിടം വരെ എത്തിയത്. സോ വൺസ് അഗൈൻ ഹാവ് എ ലുക്ക് അറ്റ് ദിസ്.
അടുത്ത പവലിയനിലേക്ക് പോണത്. അടുത്ത പവലിയൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എയർ കണ്ടീഷൻഡ് ആണ്. നമ്മൾ ഒരു ക്ഷീണവും അറിയാതെ സുഖമായി നടന്ന് നീങ്ങാൻ കഴിയുന്ന സെക്കൻഡ് പവലിയനിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് പവലിയനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശരിക്കും വൈവിധ്യമാർന്ന ഒട്ടനവധി കാഴ്ചകളാണ് നമ്മളെ തേടിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ വന്ന് നിന്ന് ജസ്റ്റ് ഒരു നോട്ടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഒരുപാട് വൈവിധ്യമായ നിരവധി സ്റ്റോളുകളാണ്. അതിൽ ആദ്യത്തെ സ്റ്റോളിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓവൽ ബ്ലൂ എന്ന സ്റ്റോളിലേക്കാണ്. സോ ഓവൽ ബ്ലൂ ഇത് എന്തൊക്കെയാണ് സംഭവം? നമ്മുടെ 1B എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നമ്മുടെ വീട്ടിലായാലും ഓഫീസിലായാലും വളരെ അത്യാവശ്യമുള്ള സെക്യൂരിറ്റി ഡിവൈസസ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. 48 സെൻസേഴ്സ് വരെ കണക്ട് ചെയ്യാൻ പറ്റിയ ഓൾ ഇൻ വൺ ഡിവൈസാണ്. സ്മാർട്ട് സെർവറാണ്. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എപ്പോഴും സെക്യൂരിറ്റി ആണല്ലോ പ്രോബ്ലം. അപ്പോൾ ഇന്നത്തെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ടാണ് ഓവൽ ബ്ലൂ മുന്നോട്ട് വന്നിരിക്കുന്നത്. സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ ഒരു വൻ ശേഖരം തന്നെയാണ് അവർ നമുക്ക് കാഴ്ചവെക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ സ്റ്റോൾ. നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ തണുത്ത് റെഡി ആവുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല കൂളിംഗ് ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. കുറഞ്ഞ ചിലവിൽ ചുറ്റിനും തണുത്ത കാറ്റ് എന്നുള്ളതാണ് ഈ സ്റ്റോളിൻ്റെ പ്രത്യേകത. തണുത്ത കാറ്റ് കിട്ടും, പക്ഷേ ഇതൊരു കുറഞ്ഞ ചിലവിലും കൂടെ ആണെന്നുള്ളത് ഒരു നോട്ടബിൾ തിങ് ആണ്. അപ്പോൾ ഈ തണുത്ത കാറ്റിൻ്റെ നേരെ എതിർവശമുള്ള സ്റ്റോൾ ഏതാണെന്ന് ചോദിച്ചാൽ ട്വിൻസ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ നിരവധി മൊബൈൽസും അതിൻ്റെ സെയിലും പ്ലസ് അതിൻ്റെ പ്രൊമോഷനും ആണ് നടക്കുന്നത്. അതിൻ്റെ ആക്സസറീസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നിരവധി മോഡൽസും നമുക്കിവിടെ അവൈൽ ചെയ്യാൻ സാധിക്കും. ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ സ്റ്റോൾ. കം ഓൺ. ഡെക്കറേഷൻ ആണ്, വീട് ഡെക്കറേഷൻ ആവശ്യമുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ഫർണിച്ചറൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നിങ്ങളും വരിക, വന്നിട്ട് വളരെ കംഫർട്ട് ഫീൽ ചെയ്യുക. ആൻഡ് വിച്ച് എവർ യു ലൈക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പോകാൻ സാധിക്കും. സോ നമുക്ക് മുന്നോട്ട് പോകാം. വാ. റോയൽ ഫർണിച്ചർ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും കറണ്ട് ലാഭിക്കാനുള്ള നിരവധി മാർഗ്ഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. LED ഉപയോഗിക്കൂ, കറണ്ട് ചാർജ് കുറയ്ക്കൂ എന്ന മുദ്രാവാക്യമായിട്ട് ഈ സ്റ്റോൾ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്റ്റോളിലേക്ക് പോകാം. അടുത്തത് ചപ്പാത്തി മേക്കറാണ്. നമുക്ക് ഇവിടെ ചപ്പാത്തി ചുട്ടൊക്കെ വെച്ചിട്ടുണ്ട്, വളരെ സോഫ്റ്റ് ആണ്. ചപ്പാത്തി മേക്കറിൻ്റെ നമുക്കൊരു ഡെമോ കാണാം. അതുപോലെ തന്നെ ഇവിടെ ദോശ, ഓംലെറ്റ് അടക്കം ഇതിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കും. മൾട്ടിപർപ്പസ് ആണ്. പിന്നെ വൈദ്യുതി ലാഭിക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടമ്മമാർക്കാണ് കൂടുതലും. പിന്നെ ഉച്ചയ്ക്ക് മാറി താമസിക്കുമ്പോൾ ഫുഡില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി മേക്കറിന് ഉപയോഗമുണ്ട്. ഇവിടെ ഈസി മോപ്പൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് തുടയ്ക്കുന്നതൊക്കെ വലിയൊരു ജോലിയായിരുന്നു മുമ്പ്. ഇപ്പോൾ ഈസി മോപ്പൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈസിയായിട്ട് നമുക്ക് തുടച്ചെടുക്കാം. നമ്മൾ ഈസി മോപ്പിൻ്റെ ഒരു ഡെമോ കണ്ടു. ഇനിയിപ്പോൾ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും ഇന്ന് വെള്ളം എങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത് വലിയൊരു ഇഷ്യൂ ആണ്. ഇവരെങ്ങനെയാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ട്രെയിനിങ് കമ്പനിയുടെ വാട്ടർ പ്യൂരിഫയർ ആണ്. ഇത് ഇലക്ട്രിസിറ്റി ബാറ്ററി ഇല്ല, നമുക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന മെഷീനാണ്. അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോ അയൺ കണ്ടൻറ്റ്, അതിൽ വെള്ളത്തിൻ്റെ ഡസ്റ്റ് അങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതെല്ലാം പോയിട്ട് വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ആക്ടിവേറ്റ് കാർബൺ വഴിയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. വരുന്ന വെള്ളത്തിൻ്റെ വേസ്റ്റ് കംപ്ലീറ്റ് കളഞ്ഞിട്ട് കിട്ടുന്ന വെള്ളം പ്യൂരിഫൈഡ് ആവും. പിന്നെ ഇത് ഫുഡ് ഗ്രേഡ് ടാങ്കാണ്. ഇതിൽ ഉപയോഗിക്കുന്ന 9 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ളതാണ്. 60,000 ലിറ്റർ നമുക്ക് 60,000 ലിറ്റർ ഉപയോഗിക്കാം. ISO 9009 2012 സർട്ടിഫൈഡ് പ്രോഡക്റ്റാണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. അതിൽ മികച്ച ഒരു പ്രോഡക്റ്റാണ് അവർ നമുക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഒരു PRS ഹോസ്പിറ്റലിൻ്റെ സ്റ്റോൾ കാണാം. ഫ്രീ BP ചെക്കപ്പ് ഒക്കെയാണ്. അത്യാവശ്യം ഒരു മെഡിക്കൽ എയ്ഡ് ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതുമാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം മാലകളും ഒക്കെയുള്ള ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ചെറിയ കുട്ടി ലോകമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഷാംപൂ, ഓയിൽ, ഫേസ് വാഷ് അടക്കമുള്ള കുറേ സാധനങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും തിരക്കുണ്ട്. ആൾക്കാർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇവിടെ വീണ്ടും കുറേ അധികം തുണിത്തരങ്ങൾ വളരെ വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പീസസ് നമുക്ക് കാണാൻ സാധിക്കും. കുറേ ടോപ്സ്, കുർത്തീസൊക്കെ കാണാം. നിരവധി സ്കേർട്സ് ഉണ്ട്. വലിയ വിലയൊന്നും അല്ല ഇവർ പറയുന്നത്, വളരെ റീസണബിൾ പ്രൈസാണ്. ആൻഡ് നമ്മൾ ഇവിടെ വരുന്ന പ്രിൻസിനേക്കാളും
ഇത് കുറേ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജനകീയമായ ഡിസൈൻ ആവുന്ന കുറേ കാലം ശേഷമായിരിക്കും. പക്ഷേ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും അവർ പുതിയ പുതിയ ഡിസൈൻസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ശരി, നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു കൗണ്ടർ എന്ന് പറയാം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ അടുക്കള കീഴടക്കാൻ പോകുന്ന സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വന്ന് ഇവിടുന്ന് മൂർച്ചയുള്ള കത്തിയൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, ഉപയോഗിച്ചിട്ടും കൊള്ളാം. അപ്പോൾ അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, കൊള്ളാം, നല്ലതാണ്. പിന്നെ ബൈൻഡർ ക്ലിപ്സ്, ചെറിയ പിന്ന് അടക്കം കുറേ സാധനങ്ങൾ. അതാ ഞാൻ പറഞ്ഞ ചെറിയ സാധനങ്ങൾ മുതൽ അത്യാവശ്യം കിച്ചന് വേണ്ട നല്ല നല്ല സാധനങ്ങൾ വരെ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ പുട്ടുവച്ചോടം എന്ന് പറഞ്ഞ കണക്ക് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ കുറച്ച് പെന്നും ക്രയോൺസും സ്കെച്ചും പിന്നെ കുറേ സ്റ്റിക്കേഴ്സും ഡ്രോയിങ് ബുക്കും ഒക്കെ ഉണ്ട്. കുട്ടികൾ ഈ ഡ്രോയിങ് ബുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടാറില്ല. അവരിതാ ഇപ്പോഴും വരുന്ന കസ്റ്റമറും അതുപോലെ തന്നെയാണ്. ഡ്രോയിങ് ബുക്കും പെയിൻറ്റിങ് ബ്രഷും ഒക്കെയാണ് കുട്ടികൾ വാങ്ങിക്കുന്നത്. നമുക്ക് അടുത്ത സ്റ്റോളിലേക്ക് പോകാം. ഇവിടെ ബെഡ്ഷീറ്റൊക്കെയാണ് വളരെ റീസണബിൾ പ്രൈസിൽ ബെഡ്ഷീറ്റ്സ്, പില്ലോ കവറൊക്കെ ലഭ്യമാണ്. കോട്ടൺ ബെഡ്ഷീറ്റ്സ് ആണ്. എപ്പോഴും എല്ലാ കാലത്തും നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള സാധനം കോട്ടൺ ബെഡ്ഷീറ്റ്സ് തന്നെയാണ്. അത് വളരെ റീസണബിൾ പ്രൈസിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോളിൻ്റെ പ്രത്യേകത. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു സ്റ്റോളാണിത്. 5 മിനിറ്റ് കൊണ്ട് കാർ സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര സമയം നമ്മളത് പോകണമെന്ന് കാർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെയാണ് ഈ 5 മിനിറ്റ് കൊണ്ടുള്ള കാർ സർവീസ് എന്ന് പറയാമോ? ഇതിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ മെയ്ഡ് കോപ്പർ ഓയിൻറ്റഡ് ആയിട്ടുള്ള 1200 വാട്ട്സിൻ്റെ 1 HP മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വരുന്നത് സക്ഷൻ വിത്ത് ബ്ലോയിങ് ആണ്, അതായത് വെള്ളം വലിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്യുക ചെയ്യുന്നത്. ഇതപ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൽ സ്പെഷ്യൽ നമ്മുടെ കമ്പനിയിൽ കൊടുക്കുന്നതായിട്ട് ഒരു ഓഫറിലാണ് ഇവിടെ കൊടുക്കുന്നത്. 5 കൊല്ലം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ 1 ഇയർ റീപ്ലേസ്മെൻറ്റ് ഫോർ സർവീസുമാണ്. പ്രഷർ എന്ന് പറയാൻ നിന്നുകൊണ്ട് നമുക്ക് ഏത് ടൈപ്പിലാണെങ്കിലും പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. നിന്നുകൊണ്ട് ഏകദേശം നമുക്ക് 25 feet വരെ നമുക്ക് ഇതുവരെ വളരെ ഈസി ആയിട്ട് അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത്രയും പവർ കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ്, നമുക്ക് അടുത്ത സ്റ്റോളിലേക്ക് പോവാം. കോലാപ്പുരി ചെരുപ്പുകളുടെ ഒരു വലിയ കളക്ഷനാണ്. അത് മാത്രമല്ല ഇവർ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. നിരവധി കസ്റ്റമേഴ്സ് ഇവിടെ ഇതിനായിട്ട് വരുന്നുണ്ട്. നല്ല ഡിസൈൻസ് ആണ്. അവർ പറഞ്ഞിട്ടില്ലേ സൂപ്പറാണ് എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന നിരവധി പപ്പടം ഒക്കെയാണ്. പപ്പടം അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറേ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടും ചീര അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടുള്ള പപ്പടമൊക്കെയാണ്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിനുമുമ്പ് ഇവിടെ കുറേ തുണിത്തരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഹോൾസെയിൽ റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത്. ജീൻസിനോട് ഇടാൻ പറ്റുന്ന ടോപ്സൊക്കെ അവർ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വീഡിയോകോൺ D2Hൻ്റെ ഒരു സ്റ്റോള് കാണാം. വീഡിയോകോൺ D2Hൻ്റെ സ്റ്റോള് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പതുക്കെ വരുമ്പോൾ നമുക്ക് അതുപോലെ ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലെന്ന് പറഞ്ഞാൽ സിംഗർ തയ്യൽ മെഷീൻ്റെ കൂടെ അവർ കുറേ ഓഫർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വീണ്ടും സിംഗർ തയ്യൽ മെഷീൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ഇവിടെ കുറേ കമ്മൽ, മാല, അങ്ങനെ കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ സ്ത്രീജനങ്ങളുടെ ഒരു സ്റ്റോളാണെന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് വീണ്ടും മധുരത്തിൻ്റെ കലവറയിലേക്കാണ് എത്തുന്നത്. അലുവയുടെ, കോഴിക്കോടൻ ഹൽവയുടെ ഒരു സ്റ്റോളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോടൻ ഹൽവ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്കിവിടെ കാണാം ഇളനീർ, ഈത്തപ്പഴം, മാമ്പഴം, ക്യാരറ്റ്, പൈനാപ്പിൾ, ചക്കപ്പഴം, വീണ്ടും ഏത്തപ്പഴം, അറേബ്യൻ ബ്ലാക്ക്, പിസ്ത, ബദാം, അറേബ്യൻ ബ്ലാക്ക്, വീണ്ടും ഓറഞ്ച്, ഇതൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി വെറൈറ്റിയിലുള്ള അറേബ്യൻ അടക്കമുള്ള ഒരുപാട് ഹൽവ നമ്മളെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പാത്തി പപ്പടം വളരെ ടേസ്റ്റിയാണ്. അത് മാത്രമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു വളരെ ഹെൽത്തിയാണ്. ബീട്രൂട്ട്, അതുപോലെ തന്നെ ചീര, പാലക് ചീര, പിന്നെന്തൊക്കെയാണ്, അരിയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ്. പിന്നെന്തൊക്കെയുള്ള 10 ഫ്ലേവറാണ്. ആ 10 ഫ്ലേവറാണ് എന്ന് പറയുന്നതിനോടൊപ്പം അരിയിലാണ് ചെയ്യുന്നത്. പിന്നെ ബീട്രൂട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ളതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, ആൻഡ് വളരെ ടേസ്റ്റിയാണ്. അടിപൊളി. അടുത്ത് നമ്മൾ വരുന്നത് നോർത്ത് ഇന്ത്യൻ ബൊട്ടിക് കളക്ഷൻ ആണ്. ഖഷീദ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് നെയിമിൽ ഇവിടെ ഒട്ടനവധി കളക്ഷൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ഖാഗ്ര ഒക്കെ ലഭ്യമാണ്. അതും വളരെ റീസണബിൾ ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഓഫറിലാണ്. വളരെ നന്നായിട്ടുണ്ട് കളക്ഷൻസ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റ്സിലുമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൊട്ടിലൊടുക്ക സാധനങ്ങളെല്ലാം എന്താ വരുന്നുണ്ട്. 500 രൂപയുടെയൊക്കെ പേഴ്സ്, പ്രത്യേകിച്ചും
നമുക്കിവിടെ കാണാൻ സാധിക്കും. 500 രൂപയുടെ പിടയ്ക്കാത്ത നോട്ട്, 1000 രൂപയുടെ പിടയ്ക്കാത്ത നോട്ട്, അതുപോലെ തന്നെ കുറേ ടോയ്സ് ഉണ്ട്. ഓൾ റൈറ്റ്. പിന്നെ നമ്മൾ ഇവിടെ വീണ്ടും ഒരു ഫെങ്ഷുയുടെ സ്റ്റാൾ ഉണ്ട്. ഫെങ്ഷുയുടെ നിരവധി സാധനങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. ലാഫിംഗ് ബുദ്ധ അടക്കം ഫെങ്ഷുയുടെ സ്റ്റാളാണ്. ഫെങ്ഷുയുടെ ഒരുപാട് വെറൈറ്റി ഇവിടെ ലഭ്യമാണ്. നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണെന്ന്. വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാനായിട്ട് പൊളിച്ചുമാറ്റലുകൾ കൂടാതെയായിട്ട് ചെയ്യാനായിട്ട് വയ്ക്കുന്ന സാധനങ്ങളാണ്. ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളുണ്ട്. വീടിൻ്റെ വാസ്തുദോഷം നോക്കിയിട്ട് അത് പൊളിച്ചു മാറ്റാതെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വന്ന് നമ്മളിപ്പോൾ ബീഫിറ്റിൻ്റെ സ്റ്റാളിൻ്റെ അടുത്തെത്തി. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ എന്നൊരു ആഗ്രഹം. അപ്പോൾ ഇനി ഒരു വർക്കൗട്ടിൻ്റെ ടൈമാണ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.